ഓണാവധിയിലേക്ക് കടക്കുന്ന കുട്ടികൾക്ക് അവധിക്കാലം വായന സമ്പന്നമാക്കുവാനാണ് ഒരു കൂട്ടം ആളുകൾ. കോട്ടയം കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂൾ സഞ്ചരിക്കുന്ന മൊബൈൽ ലൈബ്രറി ഒരുക്കിയാണ് അതിനൊരു വഴി കണ്ടെത്തിയത്. ഞാൻ ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ജനങ്ങളെ കാണാതെ, ജനങ്ങളെ കേൾക്കാതെ വായനശാലയിൽ സത്യാഗ്രഹത്തിലായിരുന്നു. ഞാൻ രാത്രിമഴ, ഒരു പെണ്ണ്, ഒരു ഭ്രാന്തി. മഴ കാണാതെ, പ്രേമമറിയാതെ ഞാൻ വിഷാദത്തിലായിരുന്നു. ഞാൻ രവി, ഗസാക്കിലെ രവി. പാപഭാരവും ചുമന്ന് ഗസാക്കിലെത്തിയതാണ്. സർപ്പദംശനത്താൽ നീലിച്ചു കിടന്നിട്ട് ഇവിടെ നാളേറെയായി. ഗാന്ധിയും രാത്രിമഴയും രവിയുമെല്ലാം ഇന്ന് ലൈബ്രറിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അവർ പലരിലേക്കും എത്തും, പലരാൽ വായിക്കപ്പെടും. വായന അറിവിന്റെ ഉറവിടമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ടെക്നോളജിയുടെ അതിപ്രസരം മൂലം വായന ഒത്തിരി കുറഞ്ഞു പോയിരിക്കുന്നു. നമ്മുടെ കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി സെന്റ് മൈക്കിൾസ് HSS കടുത്തുരുത്തി ഒരു മൊബൈൽ ലൈബ്രറി എന്ന പദ്ധതി, ഒരു നൂതനമായ ആശയം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു ലക്ഷ്യത്തിലൂടെ ഒരു പുസ്തകം ഒരു കുടുംബത്തിലെത്തുന്നതിലൂടെ എത്ര പേരാണ് അത് വായിക്കുന്നത്? 500 പുസ്തകങ്ങളാണ് ഈ വർഷം അവധിക്കാലത്ത് നമ്മൾ ഓരോ കുടുംബങ്ങളിലേക്കും എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും ഗാന്ധി വീണ്ടും കസ്റ്റഡിയിലായി. കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ സമരം ചെയ്തതിനല്ല, സത്യാഗ്രഹ പാഠം പകർന്നു കൊടുക്കാനാണ്. സത്യാഗ്രഹത്തിന്റെ ഉൽപ്പത്തി ജോഹന്നാസ്ബർഗിൽ ഉരുത്തിരിഞ്ഞു വന്ന സംഭവം ഓരോന്നും ആത്മശുദ്ധീകരണത്തിലേക്ക് എന്ന പോലെ സത്യാഗ്രഹത്തിലേക്കും എന്നെ നയിച്ചു. എൻ്റെ ബ്രഹ്മചര്യ പ്രതിജ്ഞയിൽ കേന്ദ്രീകരിച്ച പ്രധാന ജീവിത സംഭവങ്ങളെല്ലാം തന്നെ ഞാൻ അറിയാതെ തന്നെ സത്യാഗ്രഹത്തിന് എന്നെ സജ്ജീകരിച്ചു വരികയായിരുന്നു എന്നെന്ന് ഞാൻ അറിയുന്നു. പുസ്തകങ്ങൾ എനിക്ക് തോന്നുന്നു ഈ സമയത്ത്, ഈ കാലഘട്ടങ്ങളിൽ പുസ്തക വായന വളരെ പുറകോട്ടാണ് പോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഉദ്യമം കുട്ടികളിൽ തന്നെ പുസ്തകങ്ങളോടൊരു അടുപ്പം സൃഷ്ടിക്കുവാനും വായനയുടെ ലോകത്തേക്ക് അവരെ എത്തിക്കുവാനായിട്ട് സഹായിക്കും. മണ്ണിനെയും മനുഷ്യനെയും വികാരങ്ങളെയും കണ്ടു രാത്രിമഴയാകുന്ന യുവതി. രാത്രിയാകും മുമ്പേ പകൽവെട്ടത്തിൽ അവൾ നിറഞ്ഞു പെയ്തു. മധുരങ്ങളാൽ നിറഞ്ഞ കൂട്ടിലേക്ക് അവൾ ഓടിക്കയറി. രാത്രിമഴ ചുമ്മാതെ, കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ, പുറുപുറത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്ന ഒരു യുവതിയാം ഭ്രാന്തിയെ പോലെ മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എന്നും വായനകളാണ് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരു ലൈബ്രറി, സഞ്ചരിക്കുന്ന ലൈബ്രറി തുടങ്ങിയിരിക്കുക. അത് കടുത്തുരുത്തിലെ എല്ലാ ജനങ്ങൾക്കും ഗുണപ്രദമാകട്ടെ. രവി ഇത്തവണ ചെന്നിറങ്ങിയത് കൂമൻകാവിലായിരുന്നില്ല. അവനെ സ്വീകരിക്കാൻ കരിമ്പനകളും ഉണ്ടായിരുന്നില്ല. രവി എത്തിയത് കടുത്തുരുത്തിയിലാണ്. കൂമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായിരുന്നില്ല. അങ്ങനെ പടർന്നു പന്തലിച്ച മാവുകൾക്കിടയിൽ 4-5 ഏറുമാടം കൂടെ നടുവിൽ താൻ വന്നെത്തുമെന്ന് പണ്ടേ കരുതി കാണണം. വായിക്കാറുണ്ട്. പിന്നെ ഞാൻ പത്രം സ്ഥിരമായിട്ട് വായിക്കും, പുസ്തകങ്ങൾ കിട്ടിയാൽ വായിക്കും. അതെല്ലാം നമുക്ക് അറിവുകളുണ്ടാവും, ശരിയല്ലേ? അതുകൊണ്ട് നമ്മൾ ആര് കൊണ്ടു തന്നാലും പുസ്തകം വായിക്കും. നഷ്ടപ്പെട്ടു പോകുന്ന വായനാശീലം തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓരോ വർഷവും വ്യത്യസ്തമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം പുസ്തകത്തൊട്ടിൽ ഏർപ്പെടുത്തിയപ്പോൾ ഈ വർഷം സമൂഹത്തിലേക്ക് കൂടി വായനാശീലം വളർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി മൊബൈൽ ലൈബ്രറി ആരംഭിച്ചിരിക്കുന്നു. കഥയും കവിതയും കഥാപാത്രങ്ങളുമെല്ലാം ഈ സഞ്ചരിക്കുന്ന പുസ്തകശാല വിട്ടിറങ്ങി. അവരിനി വായനക്കാരിൽ ജീവിക്കട്ടെ. കടുത്തുരുത്തിയിൽ നിന്ന് ക്യാമറമാൻ മനോജ് ഭട്ടീർക്കാവിനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം.